ഹായ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും ആമിന വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനിവിടെ ഫുട്ബോൾ സുഖമായിട്ടിരിക്കുന്നുണ്ട്. പിന്നെന്ത് വിശേഷം എന്ന് പറഞ്ഞെങ്കിൽ, ഞാനിന്ന് ലൈവ് ഇട്ടിട്ടുണ്ടായി. കുറേ ദിവസമായി എനിക്ക് അങ്ങനെ കാണുന്നുണ്ടത്. പിന്നെ എൻ്റെ ഫോണിൻ്റെ കുഴപ്പമൊന്നും അറിയുന്നില്ല, അല്ല നെറ്റിൻ്റെ കുഴപ്പമൊന്നും അറിയുന്നില്ല. നെറ്റ് തീരെ അങ്ങനെ കിട്ടുന്നില്ല. നെറ്റ് കിട്ടൽ കുറവ് തന്നെയാണ് എനിക്ക്. പിന്നെ ലൈവ് ഇട്ടിട്ടാകുമ്പോൾക്ക് കുറേ പ്രാവശ്യം ലൈവ് ആയിട്ടിട്ടാൽ എനിക്ക് തന്നെ കട്ടായിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ലൈവ് കട്ടായിക്കൊണ്ട് വരുന്നുണ്ട്. പിന്നെയും ഓണാക്കി എനിക്ക് കട്ടായിക്കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ലൈവ് കട്ടാക്കിയതാണെന്ന് ലൈവ് ഇടാൻ പറ്റാതെ എനിക്ക്. അപ്പോൾ അങ്ങനെ ലൈവ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ആർക്ക് കിട്ടാതിരിക്കുമ്പോൾ നേരെ കിട്ടാതിരിക്കുമ്പോൾ സംസാരിക്കാനും പറ്റുന്നില്ല, പിന്നെ ചാറ്റും കാണുന്നില്ല, അങ്ങനെയുള്ള ആയിപ്പോന്നു. കട്ടായിട്ടാകുമ്പോൾ പിന്നെ ചാറ്റുണ്ടെങ്കിൽ കാണുന്നില്ല. ഞാൻ ലൈവ് സ്ട്രീം ചെയ്തിട്ട് ലൈവ് കട്ടാക്കിയപ്പോഴാണ് കാണുന്നത് ചാറ്റുണ്ടെങ്കിലെല്ലാം. അതിന് മുമ്പ് ചാറ്റുണ്ടെങ്കിൽ കാണുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ ആയിപ്പോയി. എന്ത് പറ്റിയെന്ന് അറിയുന്നില്ല എനിക്ക് ഫോണിന്. അങ്ങനെയാണോ? പിന്നെ കുറേ ആൾക്കാർ എൻ്റെ പേരെടെ നാടെടെ എന്നെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പേര് ആമീന തന്നെയാണ്. പിന്നെ ഒറിജിനൽ പേര് ആമിന തന്നെയാണ്. എൻ്റെ നാട് കാസർഗോഡ് മാത്തൂരാണ് എൻ്റെ നാട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല ഇപ്പോൾ. കാരണം എന്താ പറഞ്ഞാൽ, പിന്നെ 5-6-7 മാസമായി എൻ്റെ ഉമ്മ സുഖമില്ലാതെ കിടപ്പിലായിട്ട്. ഉമ്മക്ക് വീണിട്ട് ബാത്റൂമിൽ നിന്ന് വീണിട്ട് നടുവൊടിഞ്ഞതാണ്. നടുവൊടിഞ്ഞിട്ട് 2 മാസം ബെൽറ്റ് എടുത്ത് കിടപ്പിലുണ്ടായിരുന്നു. പിന്നെ തലയിൽ ഷോൾഡറെല്ലാം കുറഞ്ഞ് പ്രഷറിൻ്റെ എല്ലാം ഗുളിക കുടിക്കുന്നുണ്ടായതാണ്. പ്രഷറിൻ്റെ ആട്ടിൻ്റെ എല്ലാം തലയിൽ ഷോൾഡറും കുറഞ്ഞിട്ട് പിന്നെ മുണ്ടാത്തെല്ലാമായി 10 ദിവസമായി അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. 10 ദിവസം അഡ്മിറ്റ് ആയതിൻ്റെ ശേഷം ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ആളെ കൊണ്ടുവന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ റിപ്പോർട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇന്നും അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. രാവിലെ ലാബിൽ നാളെ കൊണ്ടുവന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് കിട്ടുമെന്ന് വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ആങ്ങളെ പോയി ഇത് റിപ്പോർട്ട് കൊടുത്തിട്ട് പിന്നെ ഡോക്ടർക്ക് കാണിച്ചിട്ടാണോ പിന്നെ ഈ കൊടുക്കുന്ന മരുന്ന് മാറ്റം വരുത്തണോ എന്ത് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ. അതേ മരുന്ന് തന്നെ ഇപ്പോൾ കൊടുക്കുന്നുണ്ടത് 4 മാസമായി ഒരേ മരുന്ന് തന്നെ കൊടുക്കുന്നുള്ളത്. പ്രത്യേകിച്ചിട്ട് എന്തും പറയാൻ നല്ല മാറ്റമുണ്ട്. മുമ്പ് കിടന്നിടത്തുനിന്ന് അനങ്ങാൻ പറ്റുന്നുണ്ടായിട്ട ഒരേ കിടപ്പിൽ തന്നെ ഉണ്ടായതുമ്മ. ഇപ്പോൾ കിടന്നിടത്തുനിന്ന് എണിച്ചിട്ട് ഇരിക്കുന്ന ഭക്ഷണമെല്ലാം കൊടുത്ത് എണിച്ചിട്ട് ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. അതൊരു മാറ്റമുണ്ട്. പക്ഷേ എണിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. കാലിങ്ങനെ ബെഡിൽ നിന്ന് താഴെ വെച്ചിട്ട് കാല് ഊന്നിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ അവസ്ഥയായിപ്പോൾ ഉണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് വാക്കർ കൊണ്ടുവന്നിട്ട് പിന്നെ ആൾക്കാരിങ്ങനെ സഹായിച്ചിട്ട് എണിച്ചിട്ട് നിർത്തിക്കാൻ നോക്കണോ എന്ന് പറഞ്ഞത്. അധികം ഇരിക്കുന്നത് റിസ്ക്കാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴേ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരേ റൂമിൽ തന്നെ എടുത്തിട്ട് കിടക്കുമ്പോഴത്തേക്കും ഉമ്മാക്കൊരു മടുപ്പാന്നില്ല. ഉമ്മാക്ക് തന്നെ ഇപ്പോൾ ഇതാകുന്നുണ്ട്, നോമ്പ് വന്നതല്ലേ, ഞാനിങ്ങനെ കിടന്നിടത്ത് തന്നെ ബാക്കി തന്നെ ചെയ്യുന്നു, അങ്ങനത്തെ ഒരു ബേജാറ് ഉമ്മാക്കുണ്ട്. അപ്പം എല്ലാവരും ദുആ ചെയ്യണം പിന്നെ ഉമ്മക്ക് വേണ്ടിയിട്ട്. അപ്പം നമുക്കും അങ്ങനെ അല്ല ആണത്, നമുക്കും ബേജാറുണ്ട് എപ്പോഴും. പിന്നെ ഇവിടെ വന്നിട്ട് ഇരുന്നിട്ട് എല്ലാവരും ഒന്നിച്ചിട്ട് ഭക്ഷണം കഴിക്കലും പിന്നെ ഒന്നിച്ചിട്ട് സംസാരിക്കലും ഇങ്ങനെയെല്ലാം ഉണ്ടായോ. ഉമ്മ ഉള്ളിൽ തന്നെ ഭക്ഷണം നമ്മൾ കൊണ്ടുകൊടുത്തിട്ട് അടങ്ങ് തിന്നുന്നത്, അവിടെ നിന്ന് എല്ലാ കാര്യം ചെയ്യുന്നത്. ഒരു ബാത്റൂമിൽ കൊണ്ടുപോകാൻ പോലും എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. എനിക്ക് എനിക്ക് ആങ്ങളെ ഉണ്ടെങ്കിലും ആങ്ങൾക്കായിട്ടും എനിക്കായിട്ടും രണ്ടാൾക്ക് തന്നെ ആയിട്ടും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. പിന്നെ കുറച്ച് വെയിറ്റും ഉണ്ട്, നമുക്ക് വെയിറ്റ് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ എല്ലാ അവസ്ഥയാണ്. ഇപ്പോൾ എല്ലാം കിടന്നിടത്തുനിന്ന് തന്നെയാണ്. അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത ആണതാണ്. വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ആക്കാൻ സമയം വേണമല്ലോ. വീഡിയോ എടുക്കാൻ അത് കുറച്ച് സമയം കിട്ടുന്നത് എനിക്ക് എന്ന് പറഞ്ഞെങ്കിൽ ഏകം 3 മണി 2:30 മണിൻ്റെ ഉള്ളിലാണ് എനിക്ക് കുറച്ച് സമയം കിട്ടുന്നത്. ആ കിട്ടുന്ന സമയത്ത് ലൈവ് വരില്ല ഞാൻ. ഇപ്പോൾ ഇന്ന് ലൈവിൽ വരാൻ ഇന്നലെയും ലൈവിൽ വന്നിട്ട് ഒന്നും കിട്ടുന്നുണ്ടായിട്ടില്ല, ആൾക്കാരെയും കിട്ടുന്നില്ല ലൈവിൽ വരുമ്പോൾ.
പിന്നെ ലൈവ് നമുക്ക് എത്ര സമയം ഇട്ടാലും പിന്നെ ലൈവ് കട്ടായിക്കൊണ്ട് പോകുന്നുണ്ടെന്ന്. അങ്ങനെ എനിക്ക് ലൈവ് ഇടാനും പറ്റുന്നതല്ലാത്ത ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. അങ്ങനെയാണ് ലൈവ് ഞാൻ കട്ടാക്കിയത്. ഞാൻ ലൈവ് ഇട്ട് ഇന്ന് കുറച്ച് മുമ്പ് എനിക്ക് കുറച്ച് വേഗം തീർന്നായിരുന്നു. കാരണം എന്താ പറഞ്ഞാൽ ഇന്ന് ലാബിൽ നിന്ന് ടെസ്റ്റിന് ആൾ വരുന്നതുകൊണ്ട് രാവിലെ എല്ലാം പണിയൊരുക്കി, പിന്നെ നിൽക്കലും വളക്കലും എല്ലാം പണിയൊരുക്കി എല്ലാം ചോറും വെച്ചിട്ട് ഞങ്ങളെ റിസൾട്ടിന് വേണ്ടിയിട്ട് പോയി. റിസൾട്ട് കൊണ്ടുവന്നിട്ട് അവിടുന്ന് കൊണ്ടുവന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ കാണിക്കണം. ഡോക്ടർ കാണിച്ചിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് പിന്നീട് കൊടുക്കേണ്ടി വരും. അപ്പം എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ റിസൾട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ പോയി. അപ്പോൾ അതിൻ്റെ ശേഷം എനിക്ക് കുറച്ച് സമയം കിട്ടുകയാണ്. അങ്ങനെ ഞാൻ വേഗം വന്നിട്ട് ലൈവ് ഇടാൻ വന്നിട്ട് വന്നത്. ലൈവ് ഇടാൻ വരുമ്പോൾ എവിടെ ലൈവ് കിട്ടുന്നത്, ഒന്നും കിട്ടുന്നില്ല എനിക്ക്. അങ്ങനെയാണ് ലൈവ് കട്ടാക്കിയത് ഞാൻ. പിന്നെ വേറെന്ത് വിശേഷം എല്ലാവർക്കും? കുറേ അറിയാത്ത ആൾക്കാരെല്ലാം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ കുടുംബത്തിൽ ഇത്രയെല്ലാം ആൾക്കാരേ ഉള്ളൂ. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെയാണ് എൻ്റെ വിശേഷം എന്ന് പറയുന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ കുടുംബത്തിൽ എത്ര ആൾക്കാരുണ്ടെന്ന്. ഞാനും ഒരാങ്ങളെയും ഉമ്മാവാണ് പേരയിലുള്ളത്. പിന്നെ എനിക്ക് 2 ആങ്ങളമാരുണ്ട്, ഒരു അനിയത്തിയുണ്ട്. അനിയത്തിക്ക് 2 മക്കളുണ്ട്. ഒരാങ്ങൾക്ക് 4 മക്കളുണ്ട്, 4 പെണ്ണുമക്കൾ. അപ്പോൾ അതാണ് എൻ്റെ വിശേഷം. പിന്നെ ഞങ്ങളെ മാറി താമസിക്കുന്നുണ്ടാണ്. ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഞങ്ങളെ ഭാര്യയെല്ലാം വരുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഇങ്ങനെല്ലാം സഹായിക്കാനും അവർ തന്നെ ഉണ്ടായിരുന്നത്. എനിക്ക് ഒറ്റക്കായിട്ടും പറ്റില്ലല്ലോ എന്തോ. അപ്പോൾ അവരെന്നെ വന്നിട്ട് കൊണ്ടുപോയിക്കൊണ്ടും പിന്നെ കാണിച്ചുകൊണ്ടും എല്ലാം ഉണ്ടായത്. 10 ദിവസം അഡ്മിറ്റ് ആയിട്ടുണ്ടാകുമ്പോൾ അങ്ങനെ 4 മക്കളും മലടുത്തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് എപ്പോഴും വന്നിട്ട് ഇവിടെ നിൽക്കാൻ അവർക്ക് പറ്റാത്ത അവസ്ഥ അല്ല. മക്കൾ മദ്രസയിലെ സ്കൂളെല്ലാം പോകുന്നു. ഇനിയിപ്പോൾ പരീക്ഷ എല്ലായി, മദ്രസയിലെ പരീക്ഷയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് നോമ്പിന് ലീവ് കിട്ടിയിട്ട് മദ്രസ പൂട്ടിയാൽ തന്നെ സ്കൂളുണ്ടല്ലോ, സ്കൂളിൽ പരീക്ഷ എല്ലാന്നല്ലേ. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും വരാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നിൽക്കാൻ വരാൻ പറ്റുന്നില്ല അവർക്ക്. അനിയത്തിക്കായെങ്കിൽ അങ്ങനെ വരാൻ പറ്റുന്നില്ല. അങ്ങനെയാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്താൽ എനിക്ക് എഡിറ്റ് ആക്കാൻ സമയം കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ട് മനസ്സിൽ എന്തെങ്കിലും കണ്ടൻറ്റ് വീഡിയോ എടുത്തിട്ട് ഇടണമെന്ന് എനിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട്. ഈ കിട്ടുന്ന സമയത്തൊരു വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ ആ വീഡിയോ എടുത്തെങ്കിൽ അത് ഇടവാക്കി ഉണ്ടാവും. എഡിറ്റാക്കാൻ സമയം കിട്ടുന്നില്ല. പിന്നെ ആങ്ങളെ പറയലുണ്ടെങ്കിൽ എനിക്ക് എന്തിനും സമയം കിട്ടില്ല. കാരണം എന്താ പറഞ്ഞാൽ ഓന് ഫോണിൽ വീഡിയോ വെച്ചിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ സൗണ്ടെല്ലാം ഉണ്ടാവും. പിന്നെ റിയായിട്ട് എഡിറ്റ് കൊടുക്കണമെങ്കിലും അത്രയെല്ലാം സമയം വേണ്ടി വരും. അങ്ങനെ എനിക്ക് വീഡിയോ ഇല്ലാത്തായത്. മുമ്പെല്ലാം ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മുമ്പത്തെ വീഡിയോ എല്ലാം എല്ലാവരും പോയിട്ട് കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം, സപ്പോർട്ട് ചെയ്യണം. സബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അതാണ് എൻ്റെ വിശേഷം. ഞാൻ പിന്നെ പണിയുണ്ടായിന്, എനിക്ക് ബീഡി തിരക്കുന്ന പണിയുണ്ടായിന്. പിന്നെ അതാ തയ്യൽ മിഷീനിടെ മൂലക്ക് വെച്ചിട്ട് കുമ്പാന്നുണ്ട്. തയ്യൽ പണി എടുത്തോണ്ടുണ്ടായിന്. തയ്യൽ പണി ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും തയ്ക്കാൻ കൊടുത്തെന്നെങ്കിൽ അത് തുന്നി കൊടുത്തോണ്ടുണ്ടായിന്. അതും ഇപ്പോൾ ഇല്ലാത്തായി. അപ്പോൾ ഈ കാരണം കൊണ്ട് എനിക്ക് അതിനൊന്നും സമയം കിട്ടുന്നില്ല. ഒന്നാമത് എനിക്ക് നല്ല ഫാസ്റ്റ് പണിയെടുക്കാൻ പറ്റുന്നില്ല പുരയിൽ. അപ്പോൾ എൻ്റെ പണിയെല്ലാം കഴിയുമ്പോൾക്ക് എനിക്ക് സമയം കിട്ടുന്നില്ല അതിനെല്ലാം. അങ്ങനെ പണിയെല്ലാം കുറേ കഴിയുന്നു. എനിക്കങ്ങനെ നടുവേദന കൊണ്ട് എനിക്ക് ഇങ്ങനെ ഫാസ്റ്റായിട്ട് പുരയിലത്തെ പണിയെല്ലാം എടുക്കാൻ പറ്റുന്നില്ല. മെല്ലെ പണിയെടുക്കുന്നു. അങ്ങനെയാണ് എനിക്ക് വീട് തരക്കാനും ഒന്നിനും പറ്റാത്തൊരവസ്ഥ. വീട് തരച്ചാൽ ഇവിടെ കൊണ്ടുപോകാനും അധികം ആളുണ്ടാവില്ലല്ലോ. പിന്നെ ഞാനിങ്ങനെ കൊണ്ടുവരുന്നത് എനിക്ക് വീട് തരച്ചിൽ കൊണ്ടുപോകാനും പറ്റില്ല. അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ തന്നെ അരക്തം കൊടുക്കണം. തന്നെ അവരെ ടൈമിനായിട്ട് ഞാൻ കൊണ്ടു കൊടുക്കണം വീട്. അവർ പോകുന്ന ടൈമിന് നമുക്ക് ഞാൻ വീട് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീട് ബാക്കിയാണല്ലോ ഇടാൻ. അപ്പം അങ്ങനെ വീടിൽ പണി ഞാൻ നിർത്തി. ഏതും ഇല്ലാത്തായി. ഇപ്പോൾ ആങ്ങളൊറ്റയ്ക്ക് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടത്. എനിക്ക് അൽഹംദുലില്ലാഹ് ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലാതെ അങ്ങനെ പോകുന്നുണ്ട് കുടുംബം. ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. പിന്നെ ഫാമിലിയിൽ സുഖമില്ലാത്ത ഉമ്മ ഉണ്ടാവുകൊണ്ട് ഫാമിലിയിൽ അടുത്ത ഇങ്ങനെ വന്നുകൊണ്ടുണ്ടാവുമല്ലോ.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വീഡിയോ ആയെങ്കിലും പിന്നെ ലൈവ് ആയെങ്കിലും അങ്ങനെ എടുക്കാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല, നല്ല സമയമൊന്നും കിട്ടുന്നില്ല. പിന്നെ വേറെ എന്ത് വിശേഷങ്ങളെല്ലാം. അപ്പം മുമ്പത്തെ വീഡിയോസെല്ലാം ഒന്ന് കാണാതെ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട്. ഞാൻ ആ ചാനൽ എങ്ങനെയെങ്കിലും മോണിയായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ ചാനൽ മോണിയാക്കാൻ എല്ലാവരും സഹായിക്കണം എനിക്ക്. അതെനിക്ക് ഒരു അപേക്ഷ പോലെ ഞാൻ പറയണം എല്ലാവരോടും. പിന്നെ വേറെന്ത് വിശേഷങ്ങളെല്ലാം, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് ലൈവ് നടക്കാനാണെന്ന് എനിക്ക് തോന്നി.